നമ്മളൊക്കെ വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. കേരളത്തിൽ ആദ്യ കോവിഡ് മരണം സ്ഥിരീകരിച്ചിരിക്കുന്നു. കളമശ്ശേരി മെഡിക്കൽ കോളേജിലാണ് മരണം സ്ഥിരീകരിച്ചത്. മട്ടാഞ്ചേരി സ്വദേശിയായിട്ടുള്ള 69 വയസ്സുകാരനാണ് മരിച്ചത്. ഇദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്കും COVID-19 സ്ഥിരീകരിച്ചിരിക്കുകയാണ്. ദുബായിൽ നിന്ന് വന്ന ഒരാളായിരുന്നു ഈ 69 വയസ്സുകാരൻ. വളരെ വിഷമത്തോടു കൂടിയാണ് ഈ വാർത്ത നമ്മൾ ഉൾക്കൊള്ളുന്നുള്ളത്. കേരളത്തിലെ ആദ്യ കോവിഡ് മരണം നമുക്ക് നൽകുന്നുള്ളത് വലിയ ജാഗ്രതാ നിർദ്ദേശമാണ്. എല്ലാവരും ജാഗ്രത പാലിച്ച് തന്നെ നിൽക്കുക, വീട്ടിലിരിക്കുക, കൃത്യമായ രീതിയിൽ വൃത്തിയായി നിൽക്കുക. എന്തുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും എടുത്തു പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോകത്തെ ഏറ്റവും വലിയ വമ്പൻ ശക്തികളായിട്ടുള്ള 3 രാജ്യങ്ങൾ ഈ വൈറസിന് മുന്നിൽ മുട്ടുകുത്തി നിൽക്കുകയാണ്. അമേരിക്ക, ഇറ്റലി, ചൈന. ചൈനയുടെ ശേഷി കൊണ്ട് ഒരു പരിധിവരെ ഈ വൈറസിനെ ചെറുത്തു നിന്നിട്ടുണ്ട്. ഇറ്റലിക്കും അമേരിക്കക്കും അത് സാധിക്കുന്നില്ല. അമേരിക്കയുടെ അവസ്ഥ അറിഞ്ഞാൽ നിങ്ങളൊക്കെ വല്ലാത്ത വിഷമിച്ചു പോകും. മൃഗങ്ങളുടെ വെന്റിലേറ്ററുകൾ വാങ്ങിക്കൂട്ടുകയാണ് ട്രംപും കൂട്ടരും. കാരണം രോഗികളെ പരിചരിക്കാൻ അവിടെ വെന്റിലേറ്ററുകൾ ആവശ്യമാണ്. വല്ലാത്തൊരു ദുരവസ്ഥയിലാണ് അവരുള്ളത്. എന്ത് ചെയ്യണമെന്നറിയാതെ, എന്ത് മുൻകരുതൽ നടപടികളാണ് ഇനി സ്വീകരിക്കേണ്ടത് എന്നതുപോലും ചർച്ച ചെയ്യാൻ പോലും സമയമില്ലാതെ രോഗികളുടെ കൂട്ടമായ കടന്നുവരലിൽ അവരൊക്കെ അമ്പരന്ന് പോയിരിക്കുകയാണ്. പ്രിയമുള്ള സുഹൃത്തുക്കളെ, ചിന്തിക്കുക. നമ്മുടെ കൊച്ചു കേരളം ആരോഗ്യപരമായി ഒരു പടി മുന്നിലാണ്. പക്ഷേ ഇവിടെ അതിനുള്ള സ്രോതസ്സുകൾ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് ഒറ്റയടിക്ക് നമുക്ക് ഉത്തരം പറയാൻ സാധിക്കും. വലിയ രീതിയിലുള്ള സൗകര്യങ്ങളൊന്നും നമ്മുടെ കൊച്ചു കേരളത്തിലില്ല. ഈ കൊച്ചു കേരളത്തിൽ ഇതൊരു സമൂഹ വ്യാപനമായി മാറിക്കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത അവസ്ഥയുണ്ടാകും. അങ്ങനെ ഉണ്ടായിക്കഴിഞ്ഞാൽ നമ്മളൊക്കെ ഈ വൈറസിന് മുന്നിൽ അമേരിക്ക മുട്ടുകുത്തി നിന്നതുപോലെ, ഇറ്റലി മുട്ടുകുത്തി നിന്നതുപോലെ, ചൈന മുട്ടുകുത്തി നിൽക്കുന്നത് പോലെ നമ്മളും നിന്നു പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. അതിനാൽ ഉടൻ തന്നെ ജാഗ്രതാ നിർദ്ദേശങ്ങൾ പാലിക്കുക, വീട്ടിലിരിക്കുക, വൃത്തിയായി നിൽക്കുക. എന്നാൽ മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഇനിയെങ്കിലും ഇത് മനസ്സിലാക്കി കൃത്യമായ രീതിയിൽ മുന്നോട്ട് പോകണമെന്ന വളരെ വിനീതമായി ഒരു സഹോദരൻ എന്ന നിലയിൽ, ഒരു മാധ്യമപ്രവർത്തകൻ എന്ന നിലയിലല്ല, ഒരു സഹോദരൻ എന്ന നിലയിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. ഈ മരണം ഒരു സൂചനയാണ്. ഇനിയൊരു മരണം ഉണ്ടാവാതിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ ജാഗ്രത പാലിക്കുക. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരളം. Time.